ഇന്ന് നമ്മളെ പുറത്തേക്കൊക്കെ ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണേ. അപ്പം ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ എന്നാൽ ലഞ്ചും കൂടി കഴിച്ച് ഒന്ന് ഔട്ടിങ്ങിനും കൂടി ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ റെസ്റ്റോറൻ്റ് ഒന്നും വേറെ കണ്ടൊന്നുമില്ല. അപ്പോൾ പള്ളിക്കത്തോട് എത്തിയപ്പോഴത്തേനും ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. ഒരു സീ റെസ്റ്റോറൻ്റാണ് ബോർഡൊക്കെ ഉള്ളത്. നമുക്കിനി കയറി കഴിച്ചു നോക്കാം എന്താ ഫുഡും കാര്യങ്ങളൊന്നും. ഫസ്റ്റ് ടൈം ആട്ടോ കയറുന്നത്, ഇതിനു മുന്നേ കയറിയിട്ടില്ല. അത്യാവശ്യം തിരക്കുമൊക്കെ ഉള്ളത് കൊണ്ട് എന്നാൽ ഒന്ന് കയറി എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് വെച്ചു. മഴയൊക്കെ ആയതുകൊണ്ട് നല്ല ആംബിയൻസും കാര്യങ്ങളും ഒക്കെയാണ്. അകത്ത് അത്യാവശ്യം ആൾക്കാരും ഉണ്ട്. നമുക്കിങ്ങനെ പുറത്തും ഇരിക്കാം, ഇതിൻ്റെ അകത്തും ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. നമുക്ക് ഓരോരോ AC റൂംസിലൊക്കെ ഇരിക്കാം. അപ്പം ഞങ്ങൾ ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഊണാണ് പറഞ്ഞത്. ഊണും ഒരു ഫിഷ് ഫ്രൈയും കൂടി പറയാമെന്ന് വെച്ചു. ബിരിയാണി ഒന്നും കഴിക്കാനുള്ള മൂഡില്ല. പിന്നെ കപ്പ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു ഷാപ്പ് അപ്പുറം ഉണ്ടെന്ന് തോന്നുന്നു. ആ ഒരു ആംബിയൻസാണ്. അപ്പം നമ്മളിങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മുടെ ഫുഡൊക്കെ വന്നു. ചോറുണ്ട്, മീൻകറിയുണ്ട്, പിന്നെ ഒരു വരാൽ ഫ്രൈ പറഞ്ഞിട്ടുണ്ട് ഒരെണ്ണം വലുത്. പിന്നെ ആസ് യൂഷ്വൽ മോരുകറി, സാമ്പാർ, പപ്പടം, ചമ്മന്തി എല്ലാം തന്നെ ഉണ്ട്. എന്തോ ഭാഗ്യവശാൽ എനിക്ക് ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ കഴിക്കാൻ മേടിക്കുന്ന ഫുഡ് ഫുള്ള് കഴിക്കാൻ പറ്റാണ്ട് വരുന്നത്. എന്തോ എന്നാന്നറിയത്തില്ല, കുറച്ച് കഴിച്ചപ്പോൾ തന്നെ ഞാൻ മടുത്തു. സാധാരണ ഞാൻ എല്ലാം കഴിച്ച് കംപ്ലീറ്റ് ആക്കി വെക്കുന്നതാണ്. ആദ്യമായിട്ട് അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് തന്നെ അത്ഭുതമായിപ്പോയി. മീനായാലും എന്നുവെച്ചാൽ വലിയ രുചിയൊന്നും ഇല്ലായിരുന്നു. ആവറേജ് ഓക്കെയാണ്. നമുക്ക് ഒരു വൺ ടൈം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കണ്ടോ, ഞാൻ ചോറ് ബാക്കി വെച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുകയോ ചെയ്തത് ഏട്ടൻ്റെ കണ്ണ് കെട്ടിയതാണ്. സാധാരണ ഞാൻ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഏട്ടൻ മിച്ചം വെച്ചിട്ടുണ്ട്, അതും കൂടി ഞാൻ എങ്ങനെയെങ്കിലും കഴിക്കുന്നതാണ്, കളയണ്ടല്ലോ എന്ന് വെച്ച്. ഇന്നതേ നേരെ തിരിഞ്ഞാണ് സംഭവിച്ചിരിക്കുന്നത്. എപ്പോഴും ഒരുപോലെ ആയ എങ്ങനെയല്ലേ? കണ്ണ് കിട്ടിയതായിരിക്കും, വേറെ ആരുടെ അല്ലല്ലോ, ഏട്ടൻ്റെ തന്നെ കണ്ണായിരിക്കും. അപ്പോൾ അതേ ഞാൻ മീൻ വറുത്തൊക്കെ കഴിച്ചു. നമ്മൾ അവിടെ നിന്ന് ബില്ലൊക്കെ പേ ചെയ്തിറങ്ങി. ഇനി നമ്മൾ ഈ പോകുന്ന വഴിക്കാണ് 4 മണിക്കാറ്റ്. 4 മണിക്കാറ്റിലും കൂടി ഒന്ന് ചുമ്മാ കയറിയേക്കാമെന്ന് വെച്ചു. ഞാൻ അവിടെ പോയിട്ടില്ല ഇതുവരെ. അപ്പം സൈഡിൽ ഫുള്ള് കടകളാണ്. ഇതിവിടെ മോഡിഫൈ ചെയ്തതിന് ശേഷം ഞാൻ പോയിട്ടില്ല. അപ്പം ഇവിടെ കണ്ടോ ഒത്തിരി ഇങ്ങനെ ഹട്ട് പോലെ ഓരോരോ ടീ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കപ്പയും മീനും ചായയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല ആംബിയൻസ് ആട്ടോ. നമുക്കൊന്ന് ഈവനിങ് നല്ല സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. അത്യാവശ്യം തിരക്കും ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് കൺജസ്റ്റഡ് ആവില്ല, കാരണം ഒത്തിരി സ്പേഷ്യസ് ആയതുകൊണ്ട് കൺജസ്റ്റഡ് ആവില്ല അവിടെ. കണ്ടോ, ഇങ്ങനെ നമുക്കിങ്ങനെ നടന്ന് കാണാനും അവിടെ ഇരിക്കാനും ഇതൊരു വള്ളത്തിൻ്റെ ഇതിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന. അപ്പോൾ നമുക്കവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും ഉള്ള സൗകര്യമുണ്ട്. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചിരിക്കാം. നല്ല ഈവനിങ് നല്ലപോലെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. ഇത് കോട്ടയത്തുള്ള 4 മണിക്കാറ്റ് എന്നാണ് അതിൻ്റെ പേര്. പോയിട്ടുണ്ടാവും മിക്ക ആൾക്കാരും. അപ്പം അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇവിടെ ഇതുണ്ട്, ചക്കയൊക്കെ വെച്ച് ഒരു സാധനം ഉണ്ടാക്കിയേക്കുന്നത്. എല്ലാം പിള്ളേരെ ആകർഷിക്കുന്ന വിധത്തിലൊക്കെയുള്ള കലാവിരുതുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. പിന്നെ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന പോലെ ഒരു ചെയർ പോലത്തെ സംഭവം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതങ്ങ് ഒത്തിരി ദൂരെ വരെ ഉണ്ട് കേട്ടോ. നമ്മൾ അത്യാവശ്യം അവിടെ ജസ്റ്റ് വരെ ഒന്ന് കണ്ടിട്ട് പിന്നെ തിരിച്ചു വന്ന് ഒരു ചായ കുടിക്കാമെന്ന് വെച്ചു. ചായ കുടിക്കാം. നല്ലതാണോ? പുളിയാ? പിന്നെ മധുരം പുളി കഴിച്ചോ? പിന്നെ ഒത്തിരി ഞാൻ പറഞ്ഞ പോലെ കപ്പയും മീൻകറിയും എല്ലാം ഉണ്ട് കേട്ടോ. പഴംപൊരി, ഉഴുന്നുവട, അങ്ങനെ സ്നാക്സ് ഐറ്റംസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ മറ്റേ ഈ കുടുംബശ്രീ ചേച്ചിമാർ പോലത്തെ അവരാണ് ഫുള്ള് ഇത് ഉണ്ടാക്കുന്നതും പിറക്കുന്നതും എല്ലാം. അങ്ങനെ ചായ കിട്ടി. അപ്പോൾ കോട്ടയം വഴി ആരെങ്കിലും പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 4 മണിക്കാറ്റിൽ കയറാൻ മറക്കല്ലോ കേട്ടോ.